കെ.സി. നിഅമത്തുള്ള ഫാറൂഖി കേരളത്തിൽ പഴയ കാലങ്ങളിൽ സ്റ്റേജുകളിലും അതേപോലെ തന്നെ പേജുകളിലും പ്രഭാഷണങ്ങളിലൂടെ പലരുടെയും ഹൃദയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കെ.സി. അബൂബക്കർ മൗലവിൻ്റെ മകന് കുഞ്ഞിയിൽ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് സംഘടനയിലുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ, അതിൻ്റെ പേരിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കെ.സി. നിഅമത്തുള്ള ഫാറൂഖി. നിഅമത്തുള്ള ഫാറൂഖി നടത്തിയ പ്രഭാഷണങ്ങൾ അതാണെന്ന് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വ്യക്തിനെ എങ്ങനത്തോളം തരം താഴ്ത്താൻ പറ്റും എന്നുള്ള രൂപത്തിലാണ്. ഇന്ന് ഫേസ്ബുക്ക് തുറന്നാലും ഒരു ദിവസം പോലും ഉച്ചരിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല നമ്മളെ എതിരാളികൾ. ഇതിൽ മുഖ്യമായി പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ചിഹ്നമായ താടി വളർത്തുന്നതിനെ ഞങ്ങൾ നിഷേധിച്ചു എന്നും അതിനെ പരിഹസിച്ചു എന്നും ആണ് പറയുന്നത്. ഈ താടി വെക്കുക എന്നുള്ള ഒരു പ്രബലമായ സുന്നത്തിന് അതിൽ ഫാറൂഖിക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു ഇസ്ലാമികമായ ഒരു സമീപനം എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ. താടി വെക്കുക എന്നുള്ളത് മതത്തിൽ സ്ഥിരപ്പെട്ടതും ചേലാകർമ്മം നടത്തുക, നഖം വെട്ടുക, താടി വെക്കുക, മീശ വെട്ടുക, ഇതൊക്കെ മതത്തിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താടി വളർത്തുന്നതിനെ ഒരിക്കലും ഞാൻ നിഷേധിച്ചിട്ടില്ല. അതെന്നെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയൊരു പച്ചക്കള്ളമാണ്. അതുമായി പ്രതിപാദിക്കുന്ന ഒരു ഹദീസിനെയും ഞാൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ മടവൂരി പണ്ഡിതനായ അബ്ദുസ്സലാം സുല്ലമി താടിയെ സംബന്ധിച്ച് പ്രതിപാദിച്ച വിഷയം, അതിനെ എതിർത്തും കൊണ്ടാണ് ഞാൻ CD ടവറിൽ പ്രസംഗിച്ചത്. അഥവാ താടി മുഖത്തിന് അഴകാണെങ്കിൽ വെക്കുകയും അല്ലെങ്കിൽ വടിക്കുകയും ചെയ്യാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ഞാൻ എതിർക്കുകയും ഇത് വ്യക്തമായ ഹദീസ് നിഷേധമാണ് എന്ന് സമർത്ഥിക്കുകയുമാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല 30 വർഷമായി ഞാൻ അംഗീകരിച്ചും ആചരിച്ചും പോരുന്ന താടി എന്ന് പറയുന്ന വസ്തുതയെ ഞാനെങ്ങനെ നിഷേധിക്കും? അത് എന്നെ 30 വർഷമായി അറിയുന്ന ഏതൊരാൾക്കും പറയാൻ സാധിക്കുന്ന സംഗതിയാണ്. അദ്ദേഹം അന്നേ താടിയുള്ളൊരു വ്യക്തിയാണ്. ഇത്രയും കാലം നീണ്ട 10-30 വർഷക്കാലം താടി വെച്ച് ഞാനെങ്ങനെ പിന്നെ താടി എതിർത്തു എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാൻ തന്നെ പറ്റാത്തൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളത് പിന്നെ എന്താണെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാകുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അത് വെറുതെ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രസംഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ തലയും വാലും മുറിച്ചിട്ട് എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം ചെയ്യുന്നൊരു പണിയാണ്. എൻ്റെ പ്രസംഗത്തിലൊരു വാചക ശരിക്കും ആ വാചകം അടർത്തിയെടുക്കുക ചെയ്തത്. അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞത് സലാം സുല്ലമിയുടെ വാദത്തിന് ഗണ്ണിക്കാണ്. താടിയെ സംബന്ധിച്ച് ചിലർ പറയുന്നത് താടി മുഖത്തിന് അഴകാണെങ്കിൽ വെക്കുകയും അല്ലെങ്കിൽ വടിക്കുകയും ചെയ്യാം, ഇത് വ്യക്തമായ ഹദീസ് നിഷേധമാണ്. എന്നാൽ മറ്റു ചിലർ എന്ന് പറഞ്ഞത് പേര് വ്യക്തമാക്കാത്തത് അബദ്ധമായി പോയി എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ്. അന്ന് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചും കൊണ്ട്, സക്കരിയ സലായിയെ ബഹുമാനിച്ചും കൊണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് ജനങ്ങളെ അറിയിച്ച് അദ്ദേഹത്തിനൊരു മോശം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ആ പേര് പറയാതിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാദമാണ് ശരിക്കും ഖുലൂബ്. താടിയില്ലാത്തവൻ അഥവാ താടി വടിച്ചവൻ മുർത്തദ്ദും കാഫിറുമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അത് വളരെ വലിയൊരു ഒലുവായിട്ട് എനിക്ക് തോന്നി. ഓളപ്പം പോണ്ടി വരും നരകത്തേക്ക് നിങ്ങളെ താടിയൊക്കെ നേരത്തെ നിങ്ങൾ പഠിച്ചാളി നോള് പറഞ്ഞു. ഓളപ്പം പോണ്ടി വരും നരകത്തേക്ക് നിങ്ങളെ താടിയൊക്കെ നേരത്തെ നിങ്ങൾ പഠിച്ചാളി നോള് പറഞ്ഞു. ഓളപ്പം പോണ്ടി വരും നരകത്തേക്ക് എവിടേക്കായി പോണത്? എന്തിനങ്ങൾ ഇത്ര ഇടങ്ങേറായി ഇതിൽ നിൽക്കുന്നത്? ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ കാഫറാൻ സമ്മതിച്ച് പുറത്തു പോകുക. ആരും ഞങ്ങളെ പിടിച്ചിവിടെ ജനാധിപത്യ രാജ്യം പൊയ്ക്കോളിയും, കൊല്ലൊന്നുമില്ല. ഇസ്ലാമിക ഗവൺമെന്റുള്ള കാലത്തുമാതിരി കൊല്ലൊന്നുമില്ല, പോകാം. ഇപ്പോൾ ലോകത്തുനിന്ന് ജീവിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളെ മുർത്തദ്ദും കാഫറുമാക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്ന് ഞാൻ പച്ചയിൽ ചോദിക്കേണ്ടതായിരുന്നു. അത് തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ വെറുതെ തേജോവധം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഭാഗത്ത് ചിലർ, മറ്റേ ഭാഗത്ത് മറ്റു ചിലർ എന്ന് ഞാൻ വിശദീകരിച്ചത് പേരെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഇന്നെനിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു. പക്ഷേ അതാണ് ശരിക്കും ഖുലൂബ്. അത് ഖുലൂബാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം നടത്തിയതായ ഖുലൂബിനെ ആരും ഇന്ന് വരെ ഖുലൂബായിട്ട് കാണുന്നില്ല. അത് ഖുലൂബാണ് എന്ന് പറഞ്ഞ എൻ്റെ സംസാരം
ഒലുവായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്നുള്ളത്. വാസ്തവത്തിൽ ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മുസൽമാന്മാരെ മുർത്തദും കാഫറുമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒലുവായൊരു സംഗതിയാണ്. അതേ സമയത്ത് താടി വെക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുക, അത് മതത്തിൻ്റെ ചിഹ്നമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ താടിയില്ലാത്ത ആൾക്കാരെ മുഴുവൻ മതത്തിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിരുവിട്ട ഒരു സംസാരമാണ് നടത്തിയത്. ഒരു ഭാഗത്ത് ഉള്ളതിനെ നിഷേധിക്കുക, മറുഭാഗത്ത് കൂട്ടുക, അതാണ് ഗുലുവ് എന്ന് പറയുന്നത്. ആ ഗുലുവിനെ സംബന്ധിച്ച് ഒരക്ഷരം ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നടത്തിയ പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഒലുവാണ് എന്ന് പറഞ്ഞ ഞാൻ ഒലുവിൻ്റെ ആളായി മാറുകയും ചെയ്തു. ഇതാണ് ഇവിടെ നടന്ന ഏറ്റവും വലിയൊരു വിരോധാഭാസം. അപ്പോൾ താടി വളർത്തൽ നബിചര്യയാണ്. ആ സുന്നത്ത് 30 വർഷമായി ഞാൻ ആചരിക്കുന്നതാണ്, എടുക്കുന്നതാണ്. താടിയെ സംബന്ധിച്ച് വന്ന സ്വഹിയായ ഒരു ഹദീസിനെയും ഇന്ന് വരെ ഞാൻ നിഷേധിച്ചിട്ടില്ല. എന്നാൽ കാഫറായിട്ട് എന്നെ കാഫറായി ഇവരെ ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് പല സ്ഥലങ്ങളിലും എന്നെ സംബന്ധിച്ച് പരാമർശിച്ചിട്ട് ആൾക്കാർ പറഞ്ഞു പരത്തുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ നിങ്ങൾ അങ്ങനെ ചെയ്തോ, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് നിജസ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് വല്ലതും അടർത്തിയെടുത്തിട്ട് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫോൺ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ വിഷയം ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ CD ടവറിൽ വെച്ച് തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന, എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടായിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നവർ പറയുകയും എന്നാൽ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തുന്ന തെറ്റിദ്ധാരണകൾ എന്താണ് എന്ന് അവർക്ക് ഞാൻ പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്നാലും ഒഴിവാക്കൂല എന്നുള്ളത് എൻ്റെ പിന്നാലെ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്നെ ഈ രൂപത്തിൽ മുർത്തദ്ദും എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ജിന്നിനോട് സഹായം ചോദിക്കൽ. അത് ഷിർക്കല്ല, വസീലത്ത് ഷിർക്കാണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഇമാമിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പഴയ വ്യക്തി പൂജയിലേക്കും പഴയ തഖ്ലീദിലേക്കും കൊണ്ടുപോകുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഉരിയാടാതെ താടിയെ സംബന്ധിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദ് അതിൽ മായം ചേർക്കുകയും അതിൽ വെള്ളം കൂട്ടുകയും മുവഹിദീങ്ങളായ ആൾക്കാരെ മെല്ലെ മെല്ലെ ഷിർക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒന്നും സംസാരിക്കാതെ ഞാൻ പറഞ്ഞത് അടർത്തിയെടുത്തിട്ട് എന്നെ ഗുലുവിൻ്റെ ആളാക്കി മാറ്റുക എന്നുള്ളത് ഒരിക്കലും പൊറുക്കപ്പെടാത്ത ഒരു പാപമാണ്. അത്തരം ആൾക്കാരെ പരലോകത്ത് വെച്ച് നമുക്ക് വിചാരണ വേളയിൽ കണ്ടുമുട്ടാമെന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ മതകാര്യ മന്ത്രിയെയും അതുപോലെ മുഫ്തിയെയുമൊക്കെ കണ്ട് എൻ്റെ പ്രസംഗം അത് പ്രചരിപ്പിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ കാഫറാക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ച ആൾക്കാരുടെ മതവിധി എന്ത് എന്നതിനെ സംബന്ധിച്ച് അവർ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, മാറട്ടെ, അല്ലെങ്കിൽ തിരുത്തട്ടെ, അല്ലെങ്കിൽ അനുഭവിക്കട്ടെ എന്ന് പറയാമെന്നല്ലാതെ എനിക്കതിനെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ല. കേരള നദുൽ മുജാഹിദിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSMനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വിഭാഗീയത വരാനുള്ള ഒരു കാരണം? എന്താണ് ഇങ്ങനെ ഒരു ആരോപിക്കപ്പെടാനുള്ള ഒരവസ്ഥ? വാസ്തവത്തിൽ നിങ്ങൾക്ക് MSMനോട് വല്ല ദേഷ്യമുണ്ടോ? എനിക്ക് MSMനോട് എങ്ങനെയാണ് ദേഷ്യം ഉണ്ടാകുക? ഞാൻ MSMലൂടെ വളർന്ന ആളാണ്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ MSMൽ പ്രവർത്തിച്ചതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ MSMൽ പ്രവർത്തിച്ചതാണ്. MSMൻ്റെ എല്ലാ രംഗത്തും ഞാൻ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഞാൻ MSMകാരനായിരുന്ന കാലത്ത് ഞാൻ അടങ്ങുന്ന ആൾക്കാർ കെട്ടിപ്പടുത്തുന്ന ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ KSK തങ്ങൾ, KV മൂസ സുല്ലമി, KK മുഹമ്മദ് സുല്ലമി, അലി അബ്ദുറസാഖ് മദനി പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടത്. അങ്ങനെ നമ്മളുടെ വളരെ ചെറിയ പ്രായം തൊട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന MSMനെ ഞാനെങ്ങനെ കുറ്റം പറയാം? അത് ഒരിക്കലും നമുക്ക് ചേർന്ന പണിയല്ലല്ലോ. മാത്രമല്ല അത് കേരള നദുൽ മുജാഹിദീൻ്റെ വിദ്യാർത്ഥി ഘടകവുമാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ തെറ്റിദ്ധാരണ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ കഴിഞ്ഞ റമദാനിൽ, അതിൻ്റെ മുമ്പത്തെ റമദാൻ 10-ന് ചുങ്കത്തറയിൽ ഞാനൊരു ക്ലാസ് നടത്തുകയാണ്. അപ്പോൾ എൻ്റെ വിഷയം ബന്ധങ്ങളുടെ പവിത്രത എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചു, പിന്നെ ഞാൻ ഗുരുശിഷ്യ ബന്ധം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് ചില ഗുരുക്കളിൽ നിന്ന് ശിഷ്യന്മാർക്ക് കിട്ടേണ്ടത് തൗഹീദാണ്. അത് ദഅവത്തിൻ്റെ മുൻഗണനാക്രമമാണ്. ആദ്യമായി നമ്മൾ കൊടുക്കേണ്ടത് തൗഹീദാണ്. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അതാണ്, ഗുരുക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അതാണ്. അപ്പോൾ ഇന്ന് സുന്നികളുടെ ഗുരുനാഥന്മാരിൽ നിന്ന് എന്താണ് ശിഷ്യന്മാർക്ക് കിട്ടുന്നത്?
അങ്ങനെ പല സംഘടനകളിൽ ആൾക്കാർക്കും കിട്ടുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചതിന് ശേഷം ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ചില ഗുരുക്കളിൽ നിന്ന് ശിഷ്യന്മാർക്ക് കിട്ടുന്നത് വാസ്തവത്തിൽ തൗഹീദല്ല, ചില അന്ധവിശ്വാസങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോൾ 2 കുട്ടികൾ എണീറ്റ് സദസ്സിൽ നിന്ന് പുറത്തുപോയി. അത് നമ്മുടെ കാര്യപ്പെട്ട ചില ആൾക്കാരുടെ മക്കൾ തന്നെയാണ്. ഇപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനൊരു സമയം വരികയാണെങ്കിൽ എല്ലാവരുടെ പേരും ഉൽപ്പും അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. അവർ പുറത്തു പോയിട്ട് വല്ലാതെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ജനങ്ങളോട് ചോദിച്ചു, എന്താണ് ആ 2 കുട്ടികൾ വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു. നല്ലൊരു സദസ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലാന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആ സദസ്സിന് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞു, ഇത്തരം കുട്ടികളുടെ കയ്യിലാണ് നാളെ MSM ചെന്നെത്തുന്നതെങ്കിൽ പേടിക്കണം കേട്ടോ. തൗഹീദിന് വേണ്ടി നയിക്കാൻ വേണ്ടി സജ്ജമാക്കി കൊണ്ടുവരുന്ന വിദ്യാർത്ഥി സംഘടനകളിൽ ഇത്തരം കുട്ടികളുണ്ട്. ആ കുട്ടികൾ ആണ് നാളെ MSMനെ നയിക്കുന്നതെങ്കിൽ പേടിക്കണം, 100 വട്ടം ചിന്തിക്കണം. പണ്ടൊക്കെ കുട്ടികളുടെ ചന്തിക്ക് 2 അടി കൊടുത്തിട്ട് പോടാ MSMൻ്റെ ക്ലാസ്സിന് എന്നാ പറയല്. ഇത്തരം സംഗതികളാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ വലിയ സംശയമൊന്നുമില്ല. അതിനിപ്പോൾ ISM ആയാലും MSM ആയാലും KNM ആയാലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ നിന്ന് വേറിട്ട് പോകുന്നൊരവസ്ഥ വന്നാൽ നമ്മൾ ആരും എതിർക്കും, അതിന് ബേജാറൊന്നുമില്ല, അതിന് കുരുത്തക്കേടും പറ്റൂല. കാരണം ഒരു മഹിതമായ മനോഹരമായ ആദർശം, ആ ആദർശം പ്രചരിപ്പിക്കാനുള്ള ചട്ടക്കൂടാണ് സംഘടന. ആ സംഘടന ആ ആദർശത്തിന് വിരുദ്ധമായിട്ട് അടിച്ചിറക്കലും ഈ ഏർപ്പാടിന് പോകുമ്പം അത് എതിർക്കും. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ച കുറേ ആൾക്കാർ ഇന്ന് പല ആൾക്കാരും പ്രസംഗത്തിൽ പറഞ്ഞു, അദ്ദേഹം ആ പറഞ്ഞത് വല്ലാത്തൊരു വർത്താനാട്ടോ, അതേമാതിരി ആയല്ലോ എന്ന്. അപ്പോൾ ആ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയൊരു സംസാരമാണത്. അതപ്പം തന്നെ തലയും വാലും മുറിച്ചെടുത്തിട്ട് MSMനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് യൂട്യൂബിൽ കയറ്റിയ, നെറ്റിൽ കയറ്റിയ ആ കുട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ചെയ്യണത്. ഇൻഷാ അല്ലാ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാവരും ആവർത്തിച്ച് പറയുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ തൗഹീദിനെ അവഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു സങ്കടമാണ് ഞാൻ പങ്കുവച്ചത്. ആൾക്കാർ ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ, മാറട്ടെ, മാറ്റട്ടെ, തിരുത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സംസാരിച്ച ഒരു സംസാരം എനിക്കെതിരെ ക്ലിപ്പായിട്ട് വന്നു എന്നുള്ളതാണ് സത്യം. ഇൻഷാ അല്ലാ നമുക്കറിയാം ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന്. അതിൽ നല്ല കുറേ കുട്ടികളുണ്ട്, പലതരം ക്ലാസ്സുകളുടെയും ബ്രെയിൻ വാഷ് ചെയ്ത നല്ല കുറേ മക്കളുണ്ട്. ആ മക്കൾക്ക് തിരിച്ചറിവ് എന്നുണ്ടാകുന്നു അന്ന് അവർ തന്നെ ഇതിന് മറുപടി കൊടുക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ MSMൽ നിന്ന് ഒരുപാട് മക്കൾ ഇത് മനസ്സിലാക്കി തിരിച്ചു വന്നവരുണ്ട്. ആരാ നടത്തുക എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന സമ്മേളനം. അവിടെ 2000 ചെറിയ നല്ല മക്കൾ, യുവാക്കൾ അണിനിരത്താൻ നമുക്ക് സാധിച്ചു. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ അത് ഓരോരുത്തർക്കും 150 ഉറുപ്പ്യ കൊടുത്ത് കൊണ്ടുവന്നതാണെന്നാ. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ആ സമ്മേളനം നടക്കുന്ന വിശാലമായ ഏക്കറക്കണക്കിന് സ്ഥലം അത് അബ്ദുറഹ്മാൻ സലഫിൻ്റെതാണ്. ഒരു സമ്മേളനം നടത്തിയാൽ വലിയ പബ്ലിസിറ്റിയാണ്, എന്നാൽ 10 ഇരട്ടി ലാഭത്തിന് വിൽക്കാന്ന് ആ സാധുവിനെ സംബന്ധിച്ച് പറയുന്ന ആൾക്കാർക്ക് എന്ത് നോണേ പറഞ്ഞുകൂടാത്തത്? അല്ലാഹു തആല ഈ കുട്ടികൾക്കൊക്കെ തന്നെ തിരിച്ചറിവ് നൽകട്ടെ, അവർ തിരിച്ചു വരട്ടെ. അതല്ലെങ്കിൽ 2 നഷ്ടമാണ്. ഒന്ന് സംഘടനക്കുള്ള നഷ്ടം പോട്ടെ, പരലോക നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ശിർക്ക് അതിനെ എതിർക്കേണ്ട ആ ഒരു ആവേശത്തിൽ ശിർക്കിനെ എതിർക്കുകയും തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട രൂപത്തിൽ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ഓരോന്നിൻ്റെയും മുൻഗണന ക്രമം അനുസരിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അമിത പ്രാധാന്യം കൊടുക്കേണ്ടാത്ത സംഗതികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുക, പ്രാധാന്യം കൊടുക്കേണ്ടതിന് അമിത പ്രാധാന്യം കൊടുക്കുക. അങ്ങനത്തെ ഒരു പ്രവണത ആസൂത്രണമായി നടത്തുന്നുണ്ട്. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് അതിന് മുതൽ മുടക്കി കൊടുക്കുന്നത്? ആരോടാ അച്ചാരം വാങ്ങിയത്? എനിക്കറിയില്ല. അത് ഏത് ജൂതനോടാണെങ്കിലും അത് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് തോപയില്ല, അങ്ങനെ കടപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാര്യമല്ല വേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കടപ്പുറത്തും അവിടെ ഇവിടെ കുന്നുംപുറത്തും പോയിട്ട് ഇങ്ങനെ കാര്യമല്ല വേണ്ടത്. അതിന് അള്ളാഹിനോട് തോപ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് പ്രതിവിധി. എന്നിട്ട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. എന്നിട്ട് ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗ് എന്നാണ് CD ടവറിൽ നോക്കുക, അവിടെ വന്നിട്ട് മാപ്പ് പറയുക, തിരുത്തി അങ്ങോട്ട് പോകുന്നോളി. നമുക്ക് നിങ്ങളോടൊരു വിരോധമില്ല, നമ്മളാരും ഒരു വിരോധം നമുക്ക് നിങ്ങളോട് ഇല്ലേനും. അപ്പോൾ അതാണ് അതിൻ്റെ മാർഗം. തോപ ചെയ്യുക, അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, ജമിയത്തിൻ്റെ മീറ്റിങ്ങിൽ വരിക, തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് കടന്നു വരിക. നിങ്ങളാരും നമ്മൾ പുറത്താക്കിയിട്ടില്ല, പുറത്താക്കൂല, നിങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറുശിക്ഷ തന്നതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോന്നാൽ കിട്ടി. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ വരാൻ പറ്റിയൊരു സമയമാണ് ഇപ്പം. സമ്മേളനം ഗംഭീരമാകും, ഒരു സംശയമില്ല. എല്ലാ സമ്മേളനത്തിനേക്കാളും വലിയൊരു സമ്മേളനമായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിളുമെന്ന് പോകുന്ന ഒരു ചിരിയും ചിരിച്ച് വരാൻ നിൽക്കണ്ട. അതിൻ്റെ മുമ്പ് തന്നെ മാനമായിട്ട് വരലാണ് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചേർന്നത് എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വിമർശനത്തിൻ്റെ സകല സീമകളും ലംഘിച്ചിട്ടാണ്
മുൻകാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു വിമർശനങ്ങൾ നമ്മുടെ ശക്തരായ എതിരാളികൾ പോലും അങ്ങനെ പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. ഞാനിപ്പോൾ ഈ അടുത്തൊരിക്കൽ ഈ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ CD ടവറിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗം ഫേസ്ബുക്കിൽ കാണുകയും അതിൻ്റെ അടിഭാഗത്ത് KC നിഅമത്തുല്ലാ ഫാറൂഖിൻ്റെ നമ്പറാണിത്. ഈ നമ്പറിൽ എല്ലാവരും വിളിക്കുക, എന്നിട്ട് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുക എന്നുള്ള എന്തായാലും നല്ലൊരു ഉദ്ദേശമല്ല. ഫേസ്ബുക്കിൽ പബ്ലിക്കായിട്ട് ഒരു സുഹൃത്ത് നിങ്ങളെ നമ്പർ കൊടുക്കുകയും അതേപോലെ അത് മെയിൽ വഴി ഗ്രൂപ്പ് മെയിലുകളാക്കി അയക്കുകയും ചെയ്യുന്നൊരു പ്രവണത. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇത്തരം വൃത്തികെട്ട മനസ്സുകളോട് എന്താണ് പറയാനുള്ളത്? അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി? ഒന്ന് വിശദീകരിക്കുക. അത് ശരിക്കൊരു ബ്രെയിൻ വാഷാണ് ചെയ്തത്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആദർശത്തിൽ ഉറച്ചു നിൽക്കും, അതിൽ തെറ്റിക്കാൻ സാധിക്കില്ല എന്നവർ കണക്ക് കൂട്ടുന്ന ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഞാൻ തൗഹീദ് പച്ചയിൽ പറയുന്ന ആളാണ്. എനിക്കൊരു പേടിയോ ആ വിഷയത്തിലില്ല. പിന്നെ എനിക്ക് ഇനി തല്ലിട്ടാണെങ്കിൽ എന്നെ കൊല്ലുകയാണെങ്കിൽ താടി ഞാൻ പഠിക്കില്ല. എന്നാൽ തല്ല് കിട്ടുമെന്ന് കണ്ടപ്പോൾ താടി പഠിച്ച് പാഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അജാതി ഏർപ്പാടിനൊന്നും പോകില്ല. വെച്ച താടി വെച്ച തന്നെയാണ്, അതുണ്ടാവും ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മെല്ലെ ഒരു 4-5 കൊല്ലം കൊണ്ട് 5-6 കൊല്ലം കൊണ്ട് ആദർശത്തിന് തെറ്റിച്ച് ഇതിലെ നല്ലൊരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇതുമായി രംഗത്ത് വരുമ്പം ആരായിരിക്കും നമ്മളെ എതിർക്കുക എന്നതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽപ്പെട്ടൊരു പ്രധാന വ്യക്തിയാണ് ഞാൻ. ഇയാളെ എന്തായാലും മാറ്റാൻ സാധിക്കില്ല, ഇയാൾ ആദർശത്തിൻ്റെയും സംഘടനയുടെയും കൂടെ തന്നെ നിൽക്കുള്ളൂ എന്ന് വിശ്വാസമുണ്ട്. എന്നെപ്പോലത്തെ ചില സാധുക്കൾ, KV പോലെയുള്ള കുറേ ആൾക്കാർ, അവരൊക്കെ മുൻകൂട്ടി തന്നെ അഡ്വാൻസ് ആയിട്ട് 2 കൊടുക്കുക എന്നുള്ളത് മുൻകൂട്ടി ഞങ്ങളെ തേജോവധം ചെയ്യുക. അത് ഈ ഫാസിസ്റ്റുകളുടെ ഒരു പരിപാടിയാണ്. ഏതൊരു സമുദായത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിക്കുന്നോ അതിലെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുക എന്നുള്ളത് അവർ പണ്ടേ സ്വീകരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അത് യൂതന്മാരുടെയൊക്കെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ആ നിലക്ക് വരാൻ പോകുന്ന ഒരു എതിർപ്പിനെ മുൻകൂട്ടി കണ്ട് അവർ വളരെ മോശക്കാരാണ് എന്ന് മുൻകൂട്ടി പ്രചരിപ്പിച്ചിട്ട് ആൾക്കാരുടെ മനസ്സിലൊരു മോശം ചിത്രം നമ്മെ സംബന്ധിച്ചുണ്ടാക്കുക, ആ പണി അവർ ചെയ്തത്. പിന്നെ കുട്ടികളെ പഠിപ്പിച്ചത് നാവുകൊണ്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ ഗീബത്തും നമീമത്തും ആകുള്ളൂ. അത് യൂട്യൂബിലൊട്ടാൽ ഗീബത്തും നമീമത്തും ആവില്ല. അത് വലിയൊരു കലയായിട്ടാണ് മനസ്സിലാക്കുന്നത്. നുണ പ്രചരിപ്പിക്കൽ കലയായിട്ടാണ് മനസ്സിലാക്കി. ഞാനൊരു സ്ഥലത്ത് സമ്മേളന പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു 5-6 കുട്ടികൾ, അവർ MSMൻ്റെ കുട്ടികളാണ്, അവർ എന്നെ കാത്തു നിൽക്കുകയാണ് എന്നെ കാണാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞത്, നിഅമത്തുല്ലാ ഫാറൂഖി ഭയങ്കര ഹദീസ് നിഷേധിയാട്ടോ, അദ്ദേഹത്തിന് നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്, താടിനെ പുച്ഛാണ് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേകനൂരിനൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് അവർ കാത്തുന്നതാണ്. ഞാൻ പ്രസംഗവേദിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്, നിങ്ങളാണോ നിഅമത്തുല്ലാ? അതെ, ഞാനാണ് നിഅമത്തുല്ലാ ഫാറൂഖി. സുബ്ഹാനല്ലാ, ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ക്ലീൻ ഷേവ് ചെയ്തൊരു മനുഷ്യൻ, താടിയെ കണ്ടാൽ പുച്ഛിക്കുന്നൊരു മനുഷ്യനായിട്ടാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തിയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണെന്ന് ഞങ്ങളിപ്പോൾ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞ മക്കൾ വരെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇവർ ഉണ്ടാക്കുന്ന ശിർക്ക്, യാ ഇബാദല്ലാ അയ്നൂനി, അതിനെ പാച്ചയിൽ വലിച്ച് കീറിയിട്ട് പൊളിക്കുന്ന ആൾക്കാരാരാണോ അവരാദ്യം അങ്ങോട്ട് മൗനികളാക്കുക, അല്ലെ അവരെ മാളത്തിലേക്ക് കണ്ട് കൊണ്ടുപോകുക പേടിപ്പിച്ചിട്ട്. എന്നാൽ ആയാതി വാപ്പാക്ക് ജനിച്ച ആളല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ആരുടെ മുമ്പിലും തുറന്നു തന്നെ പറയും. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കാത്ത ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അത് വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട് എന്നെ തേജോവധം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പടച്ചുകൊണ്ട്, എല്ലാ തന്ത്രത്തിൻ്റെ മേലെ തന്ത്രം അറിയുന്ന പടച്ചുകൊണ്ട് അവനൊരു മാർഗം കാണിച്ചു തരും, എനിക്ക് യാതൊരു സംശയമില്ല. നിഅമത്തുള്ള പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കാലം ഇൻഷാ അല്ലാഹ് തെളിയിക്കും. ഞങ്ങളാരും ഒരു ദുരുദ്ദേശം വെച്ചിട്ടോ ഇതിനെ അപമാനിക്കാനോ ഖുർആൻ സുന്നത്തിനെ നിഷേധിക്കാനോ പറഞ്ഞതല്ല. വരാൻ പോകുന്ന ചില അപകടങ്ങൾ, ഒന്ന് മുഖത്തിന് അഴകുണ്ടെങ്കിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിലോ മുർത്തത്തും കാഫുറാണ്, അത്രത്തോളം അങ്ങോട്ടും പോകണ്ട ഇത്രത്തോളം ഇങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞു നോക്കുക. 2 ഗുലുവാണ്. അപ്പോൾ ആ ഗുലുവ് എന്ത് എന്ന് അദ്ദേഹം പ്രസംഗിച്ച CD കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനോട് നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞത്? ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരെ മുർത്തതും കാഫുറാക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഇത് അതിര് വിട്ട പണിയല്ലേ, ഇത് ഒലുവല്ലേ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതിന് പകരം എന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ഒലുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊള്ള തിരിയുന്നതിൽ ഒരു അംശം പോലെ സത്യമല്ല, വെറുതെ എന്നെ തേജോവധം ചെയ്യാണ്. അതിൻ്റെ ലക്ഷ്യം വളരെ ഗൂഢമാണ്. അത് ഞങ്ങൾ കുറേ ആൾക്കാരെ ഒഴിവാക്കിയാൽ പിന്നെ വർത്തമാനം പറയാൻ ആളുണ്ടാവില്ല, ഉശിരുള്ള വർത്തമാനം പറയാൻ ആരും ഉണ്ടാവില്ല. അതിന് ആദ്യം തന്നെ ഞങ്ങളെ സൈഡാക്കുന്നൊരു പണിയാണ് ഈ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും ബ്രെയിൻ വാഷാണ്.